നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമുക്ക് അല്പം വാസ്തുശാസ്ത്രകാര്യം പ്രതിപാദിക്കാം. വീട് വെക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നിരവധിയായിട്ടുള്ള സംശയങ്ങൾ വീണ്ടും വീണ്ടും പല പല വീഡിയോകൾ ചെയ്തിട്ടും പുതിയ പുതിയ സംശയങ്ങളുമായി പ്രേക്ഷകർ എത്തുകയാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള മറുപടി എന്ന രീതിയിൽ വീട് വെക്കുന്നവർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്യുക. ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആ കാര്യത്തെ ഒന്ന് പറഞ്ഞു പോകാം. ആദ്യമായി വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവര് അനുയോജ്യമായിട്ടുള്ള ഭൂമി കണ്ടെത്തുക എന്നുള്ളതാണ്. പലരും വീട് വെക്കാൻ ആഗ്രഹിക്കുമ്പോൾ തിരക്കിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് യോജിക്കാത്ത ഭൂമിയൊക്കെ കണ്ടെത്തിക്കൊണ്ട് അതിനകത്ത് വീട് വെച്ചതിന് ശേഷം പിന്നീട് കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടുമ്പോൾ, ജീവിതം പിന്നോട്ടടിക്കുമ്പോൾ വാസ്തുശാസ്ത്ര വിദഗ്ധനെയൊക്കെ കാണിച്ചിട്ട് വേണ്ട പരിഹാരങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ അത് നഷ്ടത്തിലേക്ക് കലാശിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമായിട്ടുള്ള ഭൂമിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ അല്പമെങ്കിലും വടക്കോട്ടോ കിഴക്കോട്ടോ ചായ്വുള്ള ഭൂമി തിരഞ്ഞെടുക്കുക എന്നർത്ഥം. അതല്ലാത്ത പക്ഷം അതിനെ ആ രീതിയിൽ ക്രമീകരിക്കുന്നതും ശുഭകരമാണ്. വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമി സമചതുരമോ ദീർഘചതുരമോ ആകാം. അങ്ങനെ അല്ലാത്ത സ്ഥിതിയിൽ അത് ഭൂമിയെ വേർതിരിച്ചുകൊണ്ട് സമചതുരമോ ദീർഘചതുരമോ ആക്കി ഭൂമിയെ ചതുരശ്രീകരിച്ച് മാറ്റിയെടുക്കേണ്ടതാണ്. ദീർഘചതുര ഭൂമി എപ്പോഴും തെക്ക് വടക്ക് നീളത്തിലാണ് ഉത്തമമായിട്ട് പറയുന്നത്. ഉത്തമമായിട്ടുള്ള ഒരു ഭൂമിയുടെ ലക്ഷണങ്ങളായിട്ട് പറയുന്ന ഏതാനും ചില കാര്യങ്ങളെ കൂടി നമുക്കിപ്പോൾ ഒന്ന് പറയാം. വൃക്ഷലതാദികൾ വളരുന്ന സ്ഥലം, ജലത്തിന്റെ ലഭ്യതയുള്ള സ്ഥലം, സൂര്യകിരണങ്ങൾ പതിക്കുന്ന സ്ഥലം, ഇളം കാറ്റ് വീശുന്ന സ്ഥലം, ഇങ്ങനെയൊക്കെയുള്ള ഭൂമി ഉത്തമ ശുഭഗണത്തിൽ പെടുന്ന ഭൂമികളായിട്ടാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ വീട് പണിയുന്നതിന് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ കൊണ്ടുവരുന്നതിന് വാഹന സൗകര്യം അത്യന്താപേക്ഷിതമാണ്. ഭൂമി കണ്ടെത്തി കഴിഞ്ഞാൽ ഭൂമി പൂജ ചെയ്യാവുന്നതാണ്. നല്ലൊരു കർമ്മിയെ കൊണ്ട് ഭൂമി പൂജ ചെയ്യുന്നത് ആ സ്ഥലത്തെ നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കി അവിടെ പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് അത് സഹായിക്കും. കുടിവെള്ളത്തിന്റെ ആവശ്യത്തിനായിട്ട് കുംഭം രാശിയിലോ മീനം രാശിയിലോ ഒരു കിണർ കുഴിക്കുന്നതും ശുഭകരമാണ്. ചെറിയ ഭൂമിയാണെങ്കിൽ കെട്ടിടത്തിന്റെ സാധന സാമഗ്രികൾ ഇറക്കുവാൻ ആവശ്യത്തിന് അല്പം സ്ഥലം നീക്കി വെച്ചുകൊണ്ട് വേണം ഭൂമിയെ തിരിക്കുവാനായിട്ട്. വീട് വയ്ക്കുമ്പോൾ ഈശാന ഖണ്ഡത്തിലേക്ക് വരുന്ന രീതിയിലോ നിർതി ഖണ്ഡത്തിലേക്ക് വരുന്ന രീതിയിലോ ആണ് ഗൃഹത്തിന്റെ സ്ഥാനം കാണുവാനായിട്ട്. അതെല്ലാം വാസ്തുശാസ്ത്ര വിദഗ്ധന്റെ നേതൃത്വത്തിലായിരിക്കണം ചെയ്യേണ്ടത്. ആ കാര്യങ്ങളിലൊക്കെ ലാഭം നോക്കി അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. സാധന സാമഗ്രികൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വഴിയും വിശാലമായ വഴി ഒഴിച്ചിട്ടതിന് ശേഷം ബാക്കി ഭാഗങ്ങളിലൊക്കെ ദിക്കുകളിലൊക്കെ മതില് കെട്ടിയോ അല്ലാത്ത പക്ഷം സാമ്പത്തികം സൂക്ഷിച്ച് ചെലവാക്കുന്നവരാണെങ്കിൽ വേലി കെട്ടിയോ ഒക്കെ തിരിച്ച് സംരക്ഷിക്കേണ്ടതാണ്. പുറമേ നിന്നുള്ള നെഗറ്റീവ് ഊർജങ്ങളെ അകത്തേക്ക് നമ്മുടെ ഗൃഹനിർമ്മാണത്തിൽ ദോഷകരമായി ബാധിക്കാതിരിക്കാൻ അത് സഹായിക്കും. അതായത് പ്രകൃതിയുടെ അദൃശ്യമായിട്ടുള്ള ശക്തിയുടെ ദോഷകരമായിട്ടുള്ള ശക്തിയുടെ കടന്നുകയറ്റം ഉണ്ടാകാതിരിക്കാൻ ഇത്തരത്തിലുള്ള മതില് പോലെയുള്ള കാര്യങ്ങൾ സഹായിക്കും എന്നർത്ഥം. കഴിവതും വളരെ വേഗത്തിൽ പണി പൂർത്തീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും അനുകൂലമായിട്ടുള്ള കാര്യം. ഉത്തമമായിട്ടുള്ള നല്ല മുഹൂർത്തത്തിൽ വേണം കുറ്റിയടിക്കുവാൻ. സ്ഥിരവാസ്തു പ്രകാരം കന്നിമൂലയിൽ നമുക്ക് കല്ലിടാവുന്നതാണ്. അതായത് ശിലാസ്ഥാപന കർമ്മം ചെയ്യാവുന്നതാണ്. ശിലാസ്ഥാപന കർമ്മത്തിന്റെ ചടങ്ങുകളെ കുറിച്ച് മറ്റൊരു വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്യാവുന്നതാണ്. ചരവാസ്തു സമ്പ്രദായത്തിൽ കല്ലിടുന്ന മാസത്തിന്റെ 10ാമത്തെ രാശി എവിടെയാണോ വരുന്ന ആ ഭാഗത്ത് കല്ലിടാൻ സ്ഥാനം കണ്ടെത്താവുന്നതുമാണ്. എന്നാൽ പൊതുവെ കേരളത്തിൽ കന്നിമൂലയിലാണ് കല്ലിടിയിൽ നടത്താറുള്ളത്. നല്ല മുഹൂർത്തത്തിലായിരിക്കണം എന്ന് മാത്രം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് വിദഗ്ധനായിട്ടുള്ള ഒരു വാസ്തുശാസ്ത്രകാരന്റെ നേതൃത്വത്തിലായിരിക്കണം. അല്ലാത്ത പക്ഷം വീട് വെച്ചതിന് ശേഷം ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ പിന്നീട് നോക്കി തിരുത്തലുകൾ നടത്തുന്നത് വളരെ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ വീട് എന്നുള്ള പദ്ധതി ഉദയം ചെയ്യുമ്പോൾ തന്നെ വാസ്തുശാസ്ത്ര വിദഗ്ധനുമായി തീർച്ചയായിട്ടും ബന്ധപ്പെടേണ്ടതാണ്. അത് നിങ്ങളുടെ ഭാവിക്ക് നല്ലതാണ്.
നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾക്കും നിങ്ങളുടെ ആവശ്യങ്ങൾക്കും തീർച്ചയായിട്ടും എന്നെ വിളിക്കാവുന്നതാണ്. എന്റെ ഫോൺ നമ്പർ വീഡിയോയിൽ നൽകുന്നതാണ്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫോൺ നമ്പർ നൽകുന്നതാണ്. വാസ്തുശാസ്ത്ര സംബന്ധമായിട്ടുള്ള നിരവധി ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ട്. ചടങ്ങുകളെ സംബന്ധിച്ച് ഏതാനും പ്രത്യേകം വീഡിയോകൾ നമുക്ക് ചെയ്യാം. ആ വീഡിയോകളൊക്കെ നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.